ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതനും രാജശ്രീയും അലോകും കൂടെ ആശുപത്രിയിൽ നിന്ന് ആലോചിക്കുകയാണ്, അപ്പച്ചിയെ നമുക്കിങ്ങനെ തളർത്തി കിടത്തി കഴിഞ്ഞാൽ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ജീവശവമായിട്ട് കിടക്കും ജീവിതകാലം മുഴുവന്. ബാലനുമായിട്ട് ഇവരെ ഒരുമിപ്പിക്കുകയും വേണ്ട. അങ്ങനെ ജീവശവമായി കഴിഞ്ഞാൽ പിന്നെ അപ്പച്ചിയെ കൊണ്ടൊരു ഉപകാരമില്ല, ഒരു മൂലയ്ക്ക് അങ്ങ് കിടന്നോളും. അതാ നല്ലത്. അപ്പോൾ ആ കൈവിരലുകൾ അങ്ങോട്ട് പതിപ്പിച്ച് സ്വത്തും വീടും എല്ലാം നമുക്ക് എഴുതി വാങ്ങാം. അതാ അത് നീ പറഞ്ഞൊരു ഐഡിയ ശരിയാണ്. പക്ഷേ ഡോക്ടർ കണ്ടുപിടിക്കാൻ പാടില്ല ഉള്ളിപ്പോയ മരുന്ന് അല്ലെങ്കിൽ മെഡിസിൻ അതെന്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ആരാ എന്താ എങ്ങനെയെന്നൊക്കെ ഒരു ചർച്ച വരും. അതുകൊണ്ടാണ് അതൊന്നും അറിയാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ വന്ന് നിൽക്കണവന്മാരെ എന്തായാലും അകത്തേക്ക് കടത്തു വിടാനോ അപ്പച്ചിയെ കാണിക്കാനോ സമ്മതിക്കണ്ട. അതും ശരിയാ. അങ്ങനെ വലിയൊരു പ്ലാൻ അവിടെ നടക്കുക കേട്ടോ, 3 പേരും കൂടെ ചേർന്നിട്ട്. ഈ സമയത്ത് പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആനന്ദും അതുപോലെ ധർമ്മനും കൂടെ ഭയങ്കര തർക്കത്തിലാണ്. എനിക്ക് അമ്മയെ കണ്ടേ പറ്റത്തുള്ളൂ, ഇവൻ ആരാ തടയാനായിട്ട്, മാമനൊന്ന് മാറിക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വെപ്രാളത്തിൽ. അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെട്, ടെൻഷൻ അടിക്കാതെ നമുക്ക് കാണാം, എന്തെങ്കിലും ഒരു വഴി കാണാം, പിന്നെ ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടർ എന്തായാലും സ്വന്തം ഭർത്താവിനെയും മക്കളെയും കാണാൻ സമ്മതിക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ഒന്ന് സമാധാനപ്പെട്ട് അടങ്ങ്. ഈ സമയത്ത് അവിടെ ഒരു ആക്സിഡൻറ്റ് കേസ് കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആര്യൻ ആക്സിഡൻറ്റ് പെട്ടിട്ടുണ്ട്. ആര്യനെ കൊണ്ടുവരുന്നത് ഇതേ സിറ്റി ഹോസ്പിറ്റലിൽ തന്നെയാണ്. അങ്ങനെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് വെപ്രാളം പിടിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തണം, ICUലേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്റർമാരങ്ങനെ നിൽക്കുമ്പോഴോ ഇത് ആരാ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പെട്ടെന്ന് പേഴ്സിൽ നിന്നും കിട്ടുന്നുണ്ട് ഒരു ലൈസൻസ്. ആ ലൈസൻസ് എടുത്തുകൊണ്ട് നേരെ കൗണ്ടറിലേക്ക് പോയിട്ട് പേഷ്യൻറ്റിൻ്റെ പേര് പറയട്ടെ, ഒരു ആക്സിഡൻറ്റ് കേസുണ്ട്, പേര് ലൈസൻസിൽ നിന്ന് കിട്ടിയതാണ്, ബില്ല് കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക കേട്ടോ കൗണ്ടറിൽ. അപ്പോൾ എന്താ പേര്? ആര്യൻ. അഡ്രസ്സ് എന്താ? ദേവമംഗലം എന്ന് പറയുന്നതും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ധർമ്മനും ആനന്ദും കൂടെ അന്തം വിട്ട് പേടിച്ചു പോകാട്ടോ. എന്താ ആര്യനോ? ദേവമംഗലം എന്നല്ലേ പറഞ്ഞത്? സിസ്റ്ററെ അതിങ്ങ് തന്നെ. അങ്ങനെ ആ ഒരു ലൈസൻസ് വാങ്ങി നോക്കുമ്പോൾ സ്വന്തം സഹോദരൻ ആര്യന് അപകടം പറ്റിയത്. അതോടുകൂടി അവർ 2 പേരും തകർന്നു. ഉടനെ ആനന്ദ് അങ്ങോട്ട് കരയാൻ തുടങ്ങി, അയ്യോ എന്താ പറ്റിയെന്ന്. അപ്പോഴാണ് സിസ്റ്റർ പറയണത്, ഒരു ആക്സിഡൻറ്റ് വേണ്ടി വന്നതാണ്, ആരാ എന്താണെന്ന് അറിയില്ല, പോക്കറ്റിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടാണ് നമ്മളിത് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുത്തത്. നിങ്ങളാരാ? ഞാനവൻ്റെ ചേട്ടനാണ്. ഓ അത് ശരി, എങ്ങനെയുണ്ട് അവന് ഇപ്പോൾ? എന്താ? കുറച്ച് സീരിയസ് കണ്ടീഷനാണ്, ICUലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുക. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് നിലവിളിയായി കേട്ടോ. 2 പേർക്കും കൂടെ ആകെ പ്രയാസവും ടെൻഷനും ഒക്കെ. ദൈവമേ, ഇനിയിപ്പോൾ അച്ഛനെ വിളിച്ച് പറയണം എന്ന് ധർമ്മം പറയാട്ടോ. അപ്പോഴാണ് ആനന്ദ് പറയാം, വേണ്ട, അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ ശരിയാവില്ല, ഇപ്പോൾ തന്നെ അമ്മ ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ അച്ഛൻ ആകെ കരച്ചിലും ബഹളവുമാണല്ലോ വീട്ടിൽ, ഇനി ഇതുകൂടെ അറിഞ്ഞാൽ അച്ഛന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്തായാലും അളിയനെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലടാ. അളിയനെ അറിയട്ടെ, അറിയാതിരിക്കാൻ നമുക്കെങ്ങനെ ഒളിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമാണോ? അളിയനെ കൂടെ ഇങ്ങോട്ട് വിളിക്കാം, അതാ നല്ല, നീ വിളിച്ച് കാര്യം പറ. അങ്ങനെ ആനന്ദ് ബാലനെ വിളിക്കാം. ബാലൻ അവിടെ നിന്ന്, മോനെ ഗോമതിക്ക് എന്ത് പറ്റി, അവൾക്ക് എന്താ പറ്റിയത്, അവളെ എന്തിനാ ആശുപത്രി കൊണ്ട്, എങ്ങനെ അവൾ തലകറങ്ങി വീണെന്നൊന്നും പറയടാ. അപ്പോൾ ആനന്ദ് പറയാം. ആനന്ദിന് വാക്കുകൾ വരുന്നില്ല. ആനന്ദ് കരയാണ്. എന്നിട്ട് പറയാം, അച്ഛാ അത് അച്ഛൻ അമ്മയ്ക്കും ഇവിടെ വേറെ ഇങ്ങനെ വിക്കി പറയാം, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അച്ഛനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, കാരണം ആര്യന് അപകടം പറ്റിയെന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല. അച്ഛൻ അവിടെ വെച്ച് തന്നെ തളർന്നു വീണാലോ എന്നുള്ള പേടി കൊണ്ടാണ്. നീ കാര്യം പറ. ഇല്ല, അച്ഛൻ ഇവിടെ വന്നാൽ മതി, പെട്ടെന്ന് വാ. അങ്ങനെ ഇവൻ എന്താ ഒന്നും പറയാത്തതെന്ന് പറഞ്ഞ് വണ്ടി എടുത്തും കൊണ്ട് നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ബാലൻ വരുവാണ്. വന്ന് വണ്ടി അവിടെ തള്ളിയിട്ടിട്ട് ഓടി അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ നിൽക്കുക. ആനന്ദേ, ധർമ്മ, എന്താടാ ഗോമതിക്ക് എന്താ പറ്റിയത്? അവൾ എങ്ങനെയാടാ തല കറങ്ങി വീണത്? അത് അമ്മയെ കാണാൻ പറ്റിയില്ല. അതെന്താ, അവർ കാണിച്ചില്ലേ? ഇല്ല, അവിടെ അലോകൊക്കെ ഉണ്ട്, അവർ ഞങ്ങളെ കാണിക്കിച്ചില്ല. അവനാരാ കാണിക്കില്ലെന്ന് പറയാൻ? നീ അങ്ങോട്ട് മാറ്. വേണ്ട അളിയ, ബഹളം ഉണ്ടാക്കല്ലേ, സമാധാനപ്പെട്ട്, ഇത് ആശുപത്രിയാണ്. എന്താടാ നീയൊക്കെ ഇങ്ങനെ പഴമിഴിങ്ങളെ പോലെ നിൽക്കുന്നത്? ഗോമതിക്കൊരു ആപത്ത് വന്ന ആശുപത്രിയിൽ പോയി, അത് അന്വേഷിച്ച് വന്ന ഭർത്താവിനെയും മക്കളെ അകത്ത് കയറ്റുമെന്ന് പറയും. ഈ അലോകന് എന്താ? അത് നിങ്ങളോടായിരിക്കും, എന്നോടാ പണി നടക്കില്ല, നീ അങ്ങോട്ട് മാറിക്കേ. അച്ഛാ അതല്ല, അച്ഛനൊന്ന് നിന്നേ. അമ്മയ്ക്ക് വേറെ കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല, അമ്മയെ കാണാൻ പറ്റില്ല. പക്ഷേ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം, വേറൊരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ആർക്ക്? അത് അച്ഛാ. ഇവിടെ ആർക്കെന്ന് പറ. നീ ഗോമതിയുടെ കാര്യം ചോദിക്കുമ്പം വല്ലവനും ആക്സിഡൻ്റ് ആയ കാര്യമാണോടാ നീയൊക്കെ പറയണത്? അല്ല അച്ഛാ, വല്ലവനുമല്ല, നമ്മുടെ ആര്യന് ആക്സിഡൻ്റ് ആയത്. ആര്യനോ? അവനെന്ത് പറ്റി? ബാലനാകെ തകർന്നു കേട്ടോ. ബാലനെ അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അയ്യോ എൻ്റെ ആര്യൻ. അച്ഛാ ഏതാണെന്നൊന്നും അറിയില്ല, കുറച്ച് സീരിയസ് ആണെന്ന് മാത്രമേ അറിയൂ. നമ്മൾ കൗണ്ടറിൽ നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ സിസ്റ്റർ വന്നിങ്ങനെ പറയുന്നത്. ദൈവമേ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഗോമതിക്ക് എന്തോ സംഭവിച്ചു എന്നും പറഞ്ഞ് ആപത്ത് വരല്ലേ നമ്മൾ കാത്തിരുന്നപ്പോൾ അടുത്ത പ്രശ്നമോ? ദൈവമേ, ഇതിനെ എന്താ ചെയ്യുക? എനിക്ക് 2 പേരെയും കാണണം എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുമെന്നറിയാതെ അവർ
വിഷമിച്ച് നിൽക്കുക. അപ്പോഴാണ് അലോക് അങ്ങോട്ട് വരുന്നത്. ബാലനെ കണ്ടുപാടെ അലോക് ആകെ ഞെട്ടിപ്പോയി. ഓഹോ, ഈ കിളവനും ഇവിടെ എത്തിയോ, ഇനി രക്ഷയില്ലല്ലോ. നേരെ ഓടിപ്പോയി അച്ഛനോടും അമ്മയോടും പറയാം, അച്ഛാ ദേ ബാലൻ വന്നിട്ടുണ്ട്. അയ്യോ ബാലൻ വന്നു, ഇനിയിപ്പോൾ ആകെ പ്രശ്നമാവുമല്ലോ. എന്തായാലും ധർമ്മനെയും ആനന്ദിനെയും നമ്മൾ തടഞ്ഞു നിർത്തി, പക്ഷേ ബാലനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അവൻ കാണണമെന്ന് വിചാരിച്ചാൽ കണ്ടിട്ടേ അടങ്ങും. അയ്യോ അങ്ങനെയാണെങ്കിലേ ഓരോന്നോരോന്നായിട്ട് വരുമല്ലോ. പിന്നെ ഈ ഗുളിക എങ്ങാനും അകത്ത് പോയ കാര്യം ഡോക്ടർ വഴി എങ്ങനെ അങ്ങേരെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. പിന്നെ ഗോമതി ഇയാൾ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീണ്ടും പഴയ പോലെ ഒന്നാവും. ഒന്നായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ എല്ലാം പോവും. ഈ തിരിച്ച് അപ്പച്ചി കൃഷ്ണമംഗലത്ത് നിന്ന് ദേവമംഗലത്തേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഇനി നമ്മൾ ഇതുവരെ കൊണ്ടെത്തിച്ചത് എല്ലാം പോവുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെയാണ് ഈ ബാലനെ ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റുക? ബാലനെ എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അവസാനം ഒറ്റമൂലി എന്നുള്ളത് ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താ വാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് നേരെ അവർ ഡോക്ടറെ ചെന്ന് കാണുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടറെ ഞാൻ ഇവിടെ കിടക്കുന്ന ഗോമതിയുടെ കാര്യം പറയാൻ വന്നാൽ ഗോമതിയുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, കുറച്ച് സീരിയസ് കണ്ടീഷനാണ്, അവർ കണ്ണ് തുറന്നിട്ടില്ല. അല്ല എനിക്കൊരു കാര്യം പറയണം ഡോക്ടർ. ഗോമതി എൻ്റെ പെങ്ങളാണ്, നമ്മളെ പൊന്നോമനയാണ് അവൾക്ക് എന്തെങ്കിലും വന്നാൽ സഹിക്കില്ല. അവളെ ഭർത്താവിൽ നിന്നുള്ള പീഡനം സഹിക്കാൻ വയ്യാതെ അവളിപ്പോൾ ഞങ്ങളെ വീട്ടിലാണ്. അങ്ങനെയാണ് അവളിങ്ങനെ സ്ട്രെസ്സ് വന്നിട്ട് തല കറങ്ങി വീഴുകയൊക്കെ ചെയ്തത്. ഓ അത് ശരി, അപ്പോൾ ഭർത്താവാണല്ലേ കാരണക്കാരൻ? അതെ, അതുകൊണ്ട് തന്നെ അയാൾ കുടുംബക്കാരൊക്കെ ഇവിടെ പുറത്ത് വന്നിപ്പുണ്ട്. കാണിക്കാതെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും കാണിക്കരുത് ഡോക്ടർ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഓ അത് ശരി, അല്ലെങ്കിൽ തന്നെ സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരെ ഇനി എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം? ഞാനതിന് കൂട്ടു നിൽക്കുന്ന ഒരു ഡോക്ടറല്ല. എന്തുകൊണ്ടും അച്യുതൻ പേടിക്കണ്ട, ഞാൻ എന്തായാലും കാണിക്കില്ല ഒരു തരത്തിലും. ഞാൻ കാണണമെന്ന് പറഞ്ഞാലല്ലേ അവർ കാണുള്ളൂ. എന്നാലും ഭർത്താവിനെയും മക്കളെ ഒന്നും ഞാൻ തൽക്കാലം ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു വിടുക കേട്ടോ. പുറത്തുനിന്ന് ബാലനും മോനും അളിയനും കൂടെ ഇന്ന് കരച്ചില. എൻ്റെ ആര്യനൊന്നും വരല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ അവർ ആര്യൻ്റെ ആ ഒരു ഇതിലാണ് തകർന്നു പോയിരിക്കുന്നത്. അപ്പോഴാണ് വീട്ടിൽ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് അറിഞ്ഞല്ലോ. മീനു അതുപോലെ മിത്രയും കൂടെ അവരാകെ ടെൻഷനില്ല. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ആരും ഫോണും എടുക്കുന്നില്ല. ഇപ്പോൾ അച്ഛനും അങ്ങോട്ട് പോയിട്ടുണ്ട്, എന്തായിരുന്നു ഒരു പിടിയില്ല. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോണം. അപ്പോൾ മീനാക്ഷി പറയാം, ഇവിടുന്ന് പോയ സമയം മുതൽ അമ്മ നല്ല വിഷമത്തിലല്ലേ, അപ്പോൾ അമ്മ ചിലപ്പോൾ ആഹാരമൊക്കെ കഴിക്കാണ്ട് നിന്നിട്ടായിരിക്കും തലകറങ്ങി വീണെന്ന് എനിക്ക് തോന്നണത്. ഈ ആര്യനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് മിത്ര പറയാം. അതാണല്ലോ, ഒന്ന് ഫോണിൽ വിളിച്ച്. വേണ്ട, ആരും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമായിരിക്കും, വരട്ടെ അത് കഴിഞ്ഞ് നോക്കാം എന്നും അവർ ചിന്തിക്കട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുകയാണ് മീനാക്ഷി. അല്ലേ അപ്പോൾ മിത്ര പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്പോൾ എന്തെങ്കിലും വിളിക്കേണ്ട ചേച്ചി, അവരെന്തിനും തിരക്കിലായിരിക്കും, നമ്മൾ അങ്ങോട്ട് വിളിച്ച് വെറുതെ എന്തിനാ അവർ ടെൻഷൻ അടിപ്പിക്കുന്നത്, പിന്നെ അതുമല്ല ബുദ്ധിമുട്ടിക്കണ്ട. അവർക്ക് എന്തെങ്കിലും അവിടെ വിശേഷമാകുമ്പോൾ അവരിങ്ങോട്ട് വിളിച്ചോളും. നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോയി അവിടെ ഉള്ളവരോടൊന്ന് അന്വേഷിച്ചാലോ? അത് വേണ്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതും പ്രശ്നമാവും. എന്തായാലും അവരുടെ ഫോൺ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് നിൽക്കട്ടോ. ആശുപത്രിയിൽ ഈ സമയം കൊണ്ട് ഗോമതിക്ക് ബോധം തെളിയാണ്. ഗോമതിക്ക് കണ്ണൊക്കെ തുറക്കുകയാണ്. എന്നിട്ട് ഞാനിത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ വന്ന് പറയാം, ഇത് ആശുപത്രിയാണ്. ആശുപത്രിയോ? ഇവിടെ എന്താ എന്നെ? നിങ്ങൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായി ഇവിടെ കൊണ്ടുവന്നതാ. അപ്പോഴാണ് അവർ മനസ്സിൽ വിചാരിക്കണം, അപ്പോൾ എന്തായാലും പുറത്ത് ബാലേട്ടൻ ഉണ്ടാവും, ബാലേട്ടൻ എന്നെ കാണും, നമുക്ക് കാണാൻ പറ്റുമായിരിക്കും എന്ന് ആലോചിക്കുകയാണ്. എൻ്റെ ബാലേട്ടൻ കാണും. അപ്പോഴാണ് അവർ പറയണത്, പുറത്ത് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ നിൽപ്പുണ്ട്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാം. കയറി വരുന്നത് അച്യുതനും അലോകുമാണ് കേട്ടോ. അവരെ കാണുമ്പോൾ തന്നെ ഗോമതിയുടെ മുഖം വല്ലാതെ മങ്ങിപ്പോവാണ്. മോളെ നിനക്ക് സുഖമായോ? നിനക്ക് എന്താടി പറ്റിയത്? ഈ ഏട്ടൻ അങ്ങ് വിഷമിച്ച് പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സുഖിപ്പിയിലങ്ങ് സുഖിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഗോമതി ചോദിക്കുകയാണ്, അതെ അച്യുതേട്ടാ, ബാലേട്ടൻ എന്തിയേ? ബാലേട്ടനോ? ബാലേട്ടൻ വന്നില്ല, അവരൊന്നും വന്നില്ല, ഞങ്ങളാ വന്നത്. അല്ല, എനിക്ക് വയ്യാതായിട്ട് ബാലേട്ടൻ കാണാൻ വന്നില്ലേ? എങ്ങനെ വരും? അവൻ കാരണമല്ലേ നിനക്കിതൊക്കെ വന്നത്. എൻ്റെ മോളെ വേറൊന്നും കൊണ്ടല്ല, അവനാണെങ്കിൽ ഞങ്ങൾ അറിയിച്ചില്ല. എനിക്ക് ഇത്രയും വയ്യാതെ ഇവിടെ കൊണ്ടിട്ട് ബാലേട്ടനെ അറിയിക്കാത്ത എന്താണെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് നോക്കുക കേട്ടോ, അലോകും അതുപോലെ അച്യുതനും. എന്നിട്ട് പുറത്ത് ബാലൻ നിൽപ്പുണ്ട് എന്ന് എന്തായാലും പറഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഗോമതിയോട് പറയാം, ബാലനെ ഞങ്ങൾ അറിയിച്ചില്ല എന്ന് പറയാം കേട്ടോ. അപ്പം ഗോമതി അറിയിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല തൽക്കാലം അറിയിച്ചില്ല, നീ സമാധാനമായിട്ട് കിടക്കുക, ഒക്കെ ശരിയാവട്ടെ എന്ന് പറയാം. അങ്ങനെ ഗോമതി അവിടെ വിഷമിച്ചിരിക്കുകയാണ്. പുറത്ത് ബാലനും മറ്റുള്ളവരും കൂടി ചേർന്നിട്ട് ആര്യനെ കൊണ്ടുപോയിരിക്കുന്ന ഐസിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ആര്യനെ നോക്കുന്നത് വേറൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ അങ്ങോട്ട് വരുമ്പോൾ ഓടിപ്പോയി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എൻ്റെ ആര്യന് എന്താ, ഒന്നും സംഭവിക്കില്ലേ? ആര്യനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവനൊരു ആപത്തും വരില്ലേ, നിങ്ങൾ സമാധാനപ്പെടുക, അവനൊന്നും വരില്ല,
ഞാൻ എന്തായാലും ഇപ്പം എത്തിയതല്ലേ ഉള്ളൂ, കയറി നോക്കട്ടെ, പരിശോധിക്കട്ടെ, എന്തെങ്കിലും അത്യാഹിതമോ ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തും കേട്ടോ. അച്യുതനും അതുപോലെ രാജശ്രീയൊക്കെ മനസ്സിൽ അവർ പരസ്പരം പറയുക, ഒരു കാരണവശാൽ ഇവരെ തമ്മിൽ കാണിക്കാനോ അടുപ്പിക്കാനോ പാടില്ലെന്ന്. ആരും ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ആയിട്ട് വന്നെന്നും അവിടെ അഡ്മിറ്റ് ആയിരിക്കണമെന്നും ഇവിടെ രണ്ടുപേരും അറിയണില്ല കേട്ടോ. അറിയാണ്ടാണ് അവർ ആ പദ്ധതിയൊക്കെ നടപ്പാക്കുന്നത്. ഇതാണ് എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്